ഓക്കെ, നമ്മളിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 194 ഈ ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താക്കണം? പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആക്കണം. അതായത് നമ്മൾ ഇത്ര നേരം ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഫോമാണ് ഇനിയും ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഞാൻ എന്നിട്ട് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുന്നു x² + x - 6. ഓക്കെ, ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഏതൊരു ഫോമിലാണ് എഴുതേണ്ടത്? അതായത് x + a × x + b എന്ന് പറയുന്ന ഒരു ഫോമിലേക്കാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ ആയിട്ടാണ് നമുക്കിത് കിടക്കുന്നത്. അപ്പോൾ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ x² + x - 6 എന്ന് പറഞ്ഞ് എഴുതാം. ഇനി ഈ ഒരു ഫോമിനെ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഫോമായിട്ട് എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ x² + a + b x + ab എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് എന്താ ഇതിനെ എഴുതാൻ പറ്റും. ഈ സെയിം സാധനം തന്നെ ആയിരിക്കും ഈ x² + x - 6 എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായേ? ഈ എക്സിന്റെ കൂടെ കിടക്കുന്ന ആൻസർ എന്ന് പറയുന്നത് a + b ആയിരിക്കും. അതായത് എക്സിന്റെ കൂടെ കിടക്കുന്ന ഇത്. ഈ ഒരു കേസ് പറയുകയാണെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് കിടക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് കിടക്കുന്ന ഈ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഈ നമ്പർ ടേം എന്ന് പറയുന്നത് a × b ആയിരിക്കും. നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന എങ്ങനെ അത് -6 ആയിരിക്കും. ഓക്കെ, നമുക്ക് അതിനെ ജസ്റ്റ് ഒന്ന് എടുത്തിടാം. അതായത് a + b എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ അത് 1 ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ എന്താ a × b, a × b നെ ഈ ഒരു കേസിൽ പറയുന്നത് എന്തായിരിക്കും? -6 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രണ്ട് നമ്പറിനെ പ്ലസ് ചെയ്താലാണോ 1 കിട്ടുക, അതുപോലെ തന്നെ ഏത് രണ്ട് നമ്പറിനെ ഇൻറ്റു ചെയ്താലാണോ അതിനെ -6 കിട്ടുക. ഇങ്ങനൊരു കോമ്പിനേഷൻ ഓഫ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടി. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ടൈമിൻ്റെ അങ്ങോട്ട് വരാം. നമുക്ക് കിട്ടേണ്ടത് -6 ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം 1 × 6 എന്ന് വെച്ചാൽ 6 ആണ്. ഓക്കെ, പക്ഷെ എനിക്ക് കിട്ടുന്നത് എന്താ? -6 ആണ്. അപ്പം ഏതോ ഒരു ആൻസറും മൈനസ് ആക്കണം. അപ്പം ഞാൻ എന്താ ജസ്റ്റ് ഇതിലെ ഫസ്റ്റ് ടൈമിനെ ഒന്ന് മൈനസ് ആക്കി. അപ്പം -1 × 6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? -6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ എന്താ? ഓക്കെ ആയി. ഇനിയും a + b = 1 എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കൂടെ ഓക്കെ ആണോ അല്ലേ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ എയുടെ കേസിൽ കിടക്കുന്ന നമ്പർ ഏതാ? -1. അപ്പം -1 ഈ പ്ലസ് അതുപോലെ തന്നെ ഇടുന്നു. ഇനി ബി ആയിട്ട് നമ്മൾ ഇട്ടേക്കുന്ന ഏതാ? 6 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ഓക്കെ, അതായത് ഇതിൻ്റെ ഒരു ആൻസർ നമുക്ക് കിട്ടാൻ പോകുന്നത് 5 ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താ നമുക്ക് ഈ ഒരു കണ്ടീഷൻ കറക്റ്റായി വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവും 1ഉം 6ഉം എടുത്തു കഴിഞ്ഞാലുള്ള കോമ്പിനേഷനിൽ എനിക്ക് ആൻസർ കിട്ടില്ല. സോ ഞാൻ എന്തെടുക്കണം? നമ്പർ മാറ്റണം. ഞാനിവിടെ 1 മാറ്റിയിട്ട് അടുത്ത് ഞാൻ 2 വെച്ച് നോക്കുന്നു. ഓക്കെ, 2 × എന്ത് ചെയ്താലാണ് എനിക്ക് 6 കിട്ടുക? 2 × 3 ചെയ്താലാണ് എനിക്ക് 6 കിട്ടുക. പക്ഷെ എൻ്റെ ആൻസർ എന്താണ്? -6 ആണ് അല്ലേ. അപ്പോൾ ഞാൻ എന്തെടുക്കണം? ഇതിൽ ഏതെങ്കിലും ഒരു ടേമിന് മൈനസ് ഇട്ട് കൊടുത്താൽ മതി, എനിക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ എന്താ ഈ 2ന് മൈനസ് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ -2 × 3 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? -6 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആയി. ഇനി ഈ സെയിം സാധനം തന്നെ ഇവിടെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇവിടെയും 1 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇതായിരിക്കും എൻ്റെ നമ്പർ എന്ന്. അപ്പം എയ്ക്ക് പകരം ഞാൻ എന്തെടുക്കുന്നു? -2 എടുക്കുന്നു. ഇനി പ്ലസ് അതുപോലെ തന്നെ എടുത്തു. ഇനി ബിക്ക് പകരം ഞാൻ അപ്പോൾ ഏതെടുക്കണം? ഈ കൊടുത്തേക്കുന്ന 3 എടുക്കണം. ഓക്കെ, എടുത്തു. അപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്തായിരിക്കും? മൈനസും പ്ലസും വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഈ രണ്ട് നമ്പറിനെ കൂടെ മൈനസ് ചെയ്യണം. അപ്പം 3 - 2 ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഇത് ഞാൻ കൊടുക്കുന്ന സൈൻ ഏതാ? ഇതിൽ ഏതിനാണോ വലിയ നമ്പർ അതിൻ്റെ സൈൻ വേണം കൊടുക്കാൻ. ഇതിൽ 3 ആണ് ലാർജർ നമ്പർ, അതിൻ്റെ സൈൻ പ്ലസ് ആണ്. സോ +1. അപ്പോൾ എന്തായി? എനിക്ക് ഈ ഒരു കണ്ടീഷനും ട്രൂ ആയി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആൻസറിൽ വരുന്നതിൻ്റെ a = -2 എന്നും b = 3 എന്നും ആയിരിക്കും ആൻസർ എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഞാൻ എന്തെടുക്കുക? ജസ്റ്റ് നമ്മൾ ഈ തുടക്കം എഴുതിയ ഈ ഒരു ഇതിലേക്ക് ഈ ഒരു നമ്പേഴ്സിന് ഇട്ട് കൊടുത്താൽ മതി, നമ്മുടെ ആൻസർ കിട്ടി. അപ്പോൾ ഈ നമ്പറിനെ ഞാൻ ഇനിയും ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് എന്ത് കിട്ടും? അതായത് x² + x - 6 അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, 6 ഇതിലേക്ക് എന്തെടുക്കണം? എയുടെയും ബിയുടെയും വാല്യൂ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മുടെ എയുടെ വാല്യൂ എന്താ? -2. അപ്പം x - 2 × x + ബിയുടെ അവിടെ ബി എന്താ? 3 ആയതുകൊണ്ട് x + 3 എന്ന് വരും. ഓക്കെ, ഇതെങ്ങനെ -2 ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബി നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇവിടെ -2 വരുന്നത്. അതായത് x + -2 എന്ന് വരും, പ്ലസും മൈനസും കൂടെ എന്താവും? മൈനസ് ആവും. അങ്ങനെയാണ് x - 2 എന്ന് പറയുന്ന ഒരു ആൻസർ ഇവിടെ കിട്ടുക. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക. ഓക്കെ,
അപ്പോൾ ഇതുപോലത്തെ ലൈവ് സെഷൻ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന ലിങ്കിൽ നിങ്ങളൊന്ന് ജോയിൻ ആയാൽ മതി. നമ്മുടെ ടീം ഉടൻ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലത്തെ ലൈവ് സെഷൻ നിങ്ങൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.